ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കേരളത്തിൽ ഒരു എടുക്കാച്ചരക്കായി മാറിയിരിക്കുകയാണ്. UDF-ന്റെ ആണെന്ന് ഇടതുപക്ഷം പറയുന്നു, അവരുടെ ആണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. എന്താ പറയുക, എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. അടൂർ പ്രകാശിനാണ് ബന്ധമെന്ന് പറയുന്നു, കടകംപള്ളിക്കാണ് ബന്ധമെന്ന് പറയുന്നു, സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്ന മറ്റു ചിലരുണ്ട്. ശരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ സ്വന്തമാണ്? അതെനിക്ക് തോന്നുന്നത് ഇന്നലെ നിയമസഭയിൽ ഈ പ്രതിപക്ഷ ഭരണപക്ഷ MLA-മാരും മന്ത്രിമാരും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രതിപക്ഷത്തുനിന്ന് ഈ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്നുള്ള പാട്ട് വന്ന സമയത്ത് ശിവൻകുട്ടി പറഞ്ഞു, നിങ്ങളൊന്നും അല്ല പാടണ്ട, ഞാൻ പാടിത്തരാമെന്ന് പറഞ്ഞു. പുള്ളി നല്ല വാർദ്ധക്യ സഹജമായ സുഖങ്ങളുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരിക്കുമ്പോൾ വിറയലും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അതിനെ ഞാൻ കളിയാക്കാൻ ആളല്ല. പണ്ട് നമ്മുടെ ആദരണീയനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ 1-2 സിനിമാക്കാരൻ അസ്രിയ നസീം ഒക്കെ ഒന്ന് മാറിപ്പോയതിന് ട്രോളിയതുപോലെ ട്രോളാനൊന്നും ഞാനില്ല. ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ കാര്യം, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്നത് യാഥാർത്ഥ്യമായിട്ടൊക്കെ പുറത്തു വന്നു. പോറ്റിയെ കയറ്റിയ രായപ്പ എന്നാണ്. ആരപ്പായ്ക്ക് പകരം ശിവൻകുട്ടി ഇനി മനഃപൂർവ്വമാണോ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പോറ്റിയെ കയറ്റിയ രായപ്പ. അപ്പോൾ ഈ രായപ്പ എന്ന് വിളിച്ചതിൽ ഒന്നുകിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയെ ആണോ വിളിച്ചത്, അതോ ബഹുമാനായ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭരിക്കുന്ന MP രാജേഷിനെയാണോ വിളിച്ചത് എന്നൊരു സംശയമുണ്ട്. അപ്പം പോറ്റിയെ കയറ്റിയത് രായപ്പ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് MP രാജേഷ് സീറ്റിൽ നിന്ന് ചാടി എഴുന്നിട്ട് ഞാനങ്ങും അല്ല എന്ന് പറഞ്ഞുവെന്നും അത് പിന്നീട് സഭാ TV-യുടെ ദൃശ്യങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് രഹസ്യ വിവരം. പണ്ട് ഞാൻ ജയിക്കിനെ പറ്റി ഇങ്ങനെ എന്തോ ഒരു തമാശ പറഞ്ഞപ്പോൾ എൻ്റെ ഫൺ ആളുകൾ അങ്ങ് ഏറ്റെടുത്തു. അതുപോലെ ഇത് ഏറ്റെടുത്ത് കളയരുത്, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. അപ്പോൾ എന്തായാലും നിയമസഭയിൽ ഇന്നലെ കൂലങ്കുഷമായ ചർച്ചയായിരുന്നു. പ്രതിപക്ഷം പറയുന്നു ഇടതുപക്ഷം കയറ്റി, ഭരണപക്ഷം പറയുന്നു ഈ പറയപ്പെടുന്ന വലതുപക്ഷം കയറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ആര് കയറ്റിയാലും പോയത് ശബരിമലയിൽ നിന്നാണ്. അതായത് ശബരിമലയിലെ ദേവസ്വം ബോർഡ് ശബരിമലയ്ക്ക് വേണ്ടി നടത്തിയ ദേവപ്രശ്നത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഭഗവാന്റെ കൊടിമരം ദ്രവിച്ചിരിക്കുന്നു, കൊടിമര നിർമ്മാണം നടത്തണം എന്ന് പറഞ്ഞ ആ ദേവപ്രശ്നത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭരണത്തിലിരിക്കുന്ന ആളുകൾ കാരാഗ്രഹവാസം, മാനനഷ്ടം, വ്യവഹാരങ്ങൾ, അതായത് കേസ് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായി ദേവപ്രശ്നത്തിൽ ദേവൻ ആദ്യമേ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ അതിഭീകരമായ ഭക്തരായിരുന്നു, ഭഗവാന്മാരുടെ ഭക്തരായിരുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പഴുതടച്ചാണ് ഈ പറയപ്പെടുന്ന കൊടിമര നിർമ്മാണവും മറ്റു കാര്യങ്ങളും ഒക്കെ നിർവഹിച്ചത്. അതിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വാങ്ങിയിട്ടാണ് താന്ത്രിക വിധി പ്രകാരം ഈ പറയപ്പെടുന്ന വാജിവാഹനം അടക്കം തന്ത്രിക്ക് കൈമാറിയത്. അപ്പോൾ കോൺഗ്രസ് ആണ് പോറ്റിയെ കയറ്റിയതും ഈ പറയപ്പെടുന്ന വാജിവാഹനം വിറ്റതും എന്നൊക്കെയുള്ള നരേഷൻ അതുകൊണ്ട് തന്നെ, അതായത് ഈ ദേവപ്രശ്നത്തിൽ ഇതുള്ളത് കൊണ്ട് തന്നെ പ്രിക്കോഷൻ എടുത്താണ് ഇവരിത് ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് ഇപ്പം തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നത്. പിന്നെ UDF-ലേക്ക് വിരൽ ചൂണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് അടൂർ പ്രകാശിന് പോറ്റിയുമായുള്ള ബന്ധവും സോണിയാഗാന്ധി പോറ്റിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ അത് ഒരു പക്ഷേ ഇപ്പം ഞാൻ പറയട്ടെ, പിണറായി വിജയൻ പോറ്റിയുമായി നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട്, അടൂർ പ്രകാശ് നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട്, സോണിയാഗാന്ധി നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട്, അപ്പോൾ മറ്റു പല രാഷ്ട്രീയ പ്രമുഖരും നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ചിലർ ഇതിൽ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, അവരുടെ ബന്ധുമിത്രാദികൾക്ക് ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഞാനതിൽ ആരെയും ബ്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിണറായി വിജയനെയും ബ്ലെയിം ചെയ്യുന്നില്ല, സോണിയാഗാന്ധിയെയും ബ്ലെയിം ചെയ്യുന്നില്ല, അടൂർ പ്രകാശിനെയും ബ്ലെയിം ചെയ്യുന്നില്ല. എന്നൊക്കെ ആരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിൽ വരുന്നത് വരെ ശബരിമലയുമായി അടുത്ത് നിൽക്കുന്ന, ശബരിമലയിൽ കീഴ്ശാന്തിയായി എത്തി അവിടുത്തെ ഒരു മെയിൻ സ്പോൺസറായി മാറിയ ഒരു തിരുമേനിയാണ്, അതായത് ഒരു ബ്രാഹ്മണനാണ്. അപ്പോൾ സ്വാഭാവികമായും ശബരിമലയുമായി ഇപ്പോൾ നമ്മൾ തന്നെ ഒരു പൂജ കഴിക്കാൻ തീരുമാനിക്കും. നമ്മുടെ ഓഫീസിൽ സർവ്വവിഘ്നങ്ങൾക്കും അകറ്റുന്നതിന് വേണ്ടി ഭഗവാൻ ഗണപതിക്കൊരു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സമർപ്പിക്കാനിരിക്കുക. നമ്മൾ എന്താ ചെയ്യുക? നമ്മളിവിടെ വലിയ പേരില്ലാത്ത പെരുമയില്ലാത്ത ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഒരു കീഴ്ശാന്തിയെ വിളിച്ചിട്ട് പൂജ നടത്താൻ നിൽക്കില്ല. നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ എറണാകുളവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എറണാകുളം ശിവക്ഷേത്രത്തിലെ തന്ത്രിയെ ലഭിക്കുമോ, അല്ലെങ്കിൽ കൊട്ടാരം ഗണപതി ക്ഷേത്രത്തിലെ തന്ത്രിയെ ലഭിക്കുമോ, അല്ലെങ്കിൽ മേൽശാന്തിയെ കിട്ടുമോ? അപ്പോൾ നമ്മുടെ ഫേമസ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തന്ത്രിവര്യന്മാരെയും ആചാര്യന്മാരെയും ക്ഷണിച്ച് ഒരു ഗണപതി ഹോമം കഴിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. ഒരുപക്ഷെ അവരുടെ ദക്ഷിണയും അവരുടെ കാര്യങ്ങളും സമയവും ഒക്കെ കിട്ടാത്ത വേറെ ഓപ്ഷൻ വരുമ്പോൾ ഈ പറയപ്പെടുന്ന മറ്റ് തിരുമേനിമാരിലേക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരിലേക്കൊക്കെ പോകും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി അത്ര അടുത്ത് ബന്ധമുള്ള ആളാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന ഭഗവാനാണല്ലോ സ്വാമി അയ്യപ്പൻ. കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ശബരിമലയിലെ പൂജയൊക്കെ ചെയ്യുന്ന ഒരാൾ ഒരു പൂജ ചെയ്താൽ
അയാൾക്ക് പൂജ അറിയാം. ശബരിമല വെറുതെ കയറിയൊന്നും പൂജ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നീടല്ലേ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഉടായിപ്പായിരുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരാളെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രിവിലേജായി ഏറ്റെടുക്കുകയും അതിന് ഫലം കാണുകയും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അങ്ങനെ പൂജയുടെ ഭാഗമായിട്ടൊക്കെയാണ് ഈ സോണിയാഗാന്ധിയുമായൊക്കെയുള്ള സന്ദർശനം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം എന്താണ്? പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഭീമ ജ്വല്ലറി ഒരു വാഹനം വാങ്ങിക്കൊടുക്കുന്നു, ഒരു ഗൂർഖ വാഹനം വാങ്ങിക്കൊടുക്കുന്നു. അത് കൈമാറാൻ എത്തിയവരുടെ കൂട്ടത്തിൽ പോറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നാളെ എനിക്കറിയാവുന്ന ഒരാൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് എന്തെങ്കിലും ഒരു ബസ് വാങ്ങിക്കൊടുക്കുന്നു എന്ന് വെച്ചോ. അപ്പോൾ അദ്ദേഹം തന്നെ വിളിക്കുക, രോഹിത് ഞങ്ങൾ ഇന്ന് ആഭ്യന്തര വകുപ്പിന് ഒരു ബസ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, 4-5 പേരേ ഉള്ളൂ, താക്കോൽദാനമാണ്, രോഹിത് വരണേ എന്ന് പറഞ്ഞാൽ അത് ഏറ്റുവാങ്ങാൻ വരുന്നത് പിണറായി വിജയൻ ആണെങ്കിൽ ഞാനും അതിന്റെ സൈഡിൽ പോയി ഫോട്ടോ എടുക്കില്ലേ? അത് പ്രിവിലേജ് ആയിട്ട് ഉപയോഗിക്കും. അത് അങ്ങനെ ഉപയോഗിച്ചതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. പക്ഷെ ഇതെല്ലാം കാണി ഉണ്ണികൃഷ്ണൻ പോറ്റി കച്ചവടം നടത്തിയിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു സത്യം. അവസാനം ഭഗവാൻ തീരുമാനിച്ചു, ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ട് ഞാനിത് ചെയ്തില്ലെന്ന് വേണ്ട. അപ്പം കള്ളന്മാരുടെ കൂട്ടം, പെരുങ്കള്ളന്മാർ കൂടി വരിക. ഭഗവാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഈ പ്രയാറും ടീമൊക്കെ മാന്യമായിട്ടൊക്കെ അങ്ങ് പോയി. ഇടക്കാലത്ത് വെച്ച് മൊത്തം കൊള്ളത്തരമായി മാറിയപ്പോൾ ഭഗവാൻ വിചാരിച്ചു ദേവപ്രശ്നത്തിലൂടെ ഞാൻ പറഞ്ഞതങ്ങ് യാഥാർത്ഥ്യമാക്കിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് പിണറായി വിജയൻ അയ്യപ്പ സംഘവുമായി പമ്പയിലേക്ക് എത്തിയത്. ഈ സമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഭഗവാൻ തന്നെ ചിന്തിപ്പിച്ചു ഒരു പരാതി കൊടുക്കാൻ. സ്വർണ്ണ തളികകൾ കാണുന്നില്ലെന്ന്, ആ പരാതിന്മേൽ പീഠം കാണുന്നില്ലെന്ന്, ആ പരാതിന്മേൽ അന്വേഷണം ആരംഭിച്ചു. ആരാ അന്വേഷണം ആരംഭിച്ചേ? KK ശൈലജ പറഞ്ഞതുപോലെ പോറ്റിയെ പിടിച്ചകത്തിട്ട, വാസുവിനെ പിടിച്ചകത്തിട്ട, പത്മകുമാറിനെ പിടിച്ചകട്ടത് പിണറായി സർക്കാരൊന്നും അല്ല കേട്ടോ. ഹൈക്കോടതിയുടെ നിർദ്ദേശമായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഓരോ അന്വേഷണങ്ങളും ഹൈക്കോടതി വിലയിരുത്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. നിർബന്ധിതരായതാണ് ഇവരെ പിടിച്ചകത്തിടാൻ. ഇത് പിണറായി വിജയന്റെ തീരുമാനമല്ല. അതെ, കഴിഞ്ഞ ദിവസം KK ശൈലജ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു, പോറ്റിയെ കയറ്റിയത് ആരാണെങ്കിലും ജയിലിൽ കയറ്റിയത് പിണറായി സർക്കാരാണെന്ന്. അല്ല, ജയിൽ വകുപ്പ് പിണറായി സർക്കാരിന്റെ കയ്യിലായതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഒപ്പിട്ട് വാങ്ങി അകത്ത് കയറ്റി കാണും. അവിടെ എത്തിച്ചത് കോടതിയാ. ആ കോടതിയെ കൊണ്ടത് ചെയ്യിച്ചത് ഭഗവാൻ അയ്യപ്പൻ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും MP രാജേഷ് ഒന്നും അല്ല കേട്ടോ പോറ്റിയെ കയറ്റി ഈ പറയപ്പെടുന്നത്. പക്ഷെ ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ BJP നേതാക്കൾക്ക് മാത്രമേ ഇതിൽ ബന്ധമില്ലാതെ ഉള്ളൂ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമുണ്ടോ? ഭരണമില്ലാതുണ്ടോ? അല്ലെങ്കിൽ അവരും കണ്ടുതന്നെയായിരുന്നു. കേരളം ഭരിച്ചിട്ടില്ലല്ലോ, ധാർമ്മികതയൊന്നുമല്ല. അതിനുള്ള അവസരമൊന്നും ഭഗവാൻ കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതിനൊപ്പം പിന്നെ അവരും ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊന്നും ഇങ്ങനൊന്നും കക്കൂല. അവർക്ക് അവരുടെ പ്രസ്ഥാനം വളർത്താനും ഇച്ചിരി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും ഇച്ചിരി വർഗീയത ക്ഷേത്രങ്ങളെ ഉപയോഗിക്കും എന്നുള്ളതേ ഉള്ളൂ. നമ്മള് വളരെ മനോഹരമായി ആചാരപരമായി കണ്ടുകൊണ്ടിരുന്ന പലതിനെയും വർഗീയത കുത്തിക്കയറ്റുന്നത് ഈ വക ടീമുകളാണ്. പരമപവിത്രപദാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ RSSന്റെ കണക്ക് നല്ല പാട്ടാ. നല്ല 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 മ്യൂസിക് ചെയ്തിട്ടുള്ള നല്ല ലിറിക്സ് ഉള്ള അർത്ഥവത്തായ ഒരു പാട്ടാ. ഇത് അവിടെ ഇവിടെയൊക്കെ പലരും പാടിക്കൊണ്ടിരുന്നതാണ്. ഇത് പാടുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഇരിക്കുന്ന ടീമൊക്കെ ഇങ്ങനെ കാണും. എന്നിട്ട് ഇവരെ രോമം നോക്കി എന്നിട്ട് വന്നിട്ട് ജയ് സംഘശക്തി ഒരു ധ്വജം എടുത്തങ്ങ് ഉയർത്തും. അതായത് കാവിക്കൊടി. ഭഗവത് ധ്വജമാണേ, ശ്രീകൃഷ്ണന്റെ ധ്വജമാ. അർജുനന്റെ തേര് തെളിക്കുമ്പോൾ, ശ്രീകൃഷ്ണൻ തേര് തെളിക്കുമ്പോൾ ആ തേരിൽ ഉണ്ടായിരുന്ന ധ്വജമാണ് അത് ഇവരങ്ങ് RSS ഏറ്റെടുത്തോടെ. ഇപ്പോൾ ഹിന്ദുക്കൾക്ക് കാവ്യ ധ്വജം കാണുന്ന ഈ RSSകാരല്ലാത്തവർക്ക് ഇത് സംഗീത സാധനം, സംഗീതമല്ല അത് ഹിന്ദുവിൻ്റെതാണ് എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ എവിടെയെങ്കിലും RSS ഒരു പരിപാടി നടത്തുകയാണ്, ഒരു ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിട്ട് RSS ആണ് സ്പോൺസർ എന്ന് വെച്ചോ, ഇവരിതിനെ കാവ്യവൽക്കരിക്കും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരിതിനെ കാവ്യവൽക്കരിക്കുകയാണ്. അവരപ്പോഴത്തേക്ക് പിന്നെ അവരുടെ യൂണിഫോം ഇറക്കും, ടീഷർട്ട് ഇറക്കും, കാവിലുങ്കി, രാഖി കെട്ടി, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതിനെ മുഴുവനായിട്ട് അവരങ്ങ് ഹൈജാക്ക് ചെയ്യണം. അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നല്ലോ തിരുവനന്തപുരം നഗരസഭയിൽ കണ്ടത്. തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ചരിത്രത്തിൽ ആദ്യമായി BJP അധികാരം പിടിച്ചപ്പോൾ അവിടെ പോയിരുന്നു ഗണഗീതം പാടുക, അവിടെ നരേന്ദ്രമോദിയുടെ ചിത്രം ഉയർത്തുക. എന്തിനാത്? ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ നിങ്ങൾ? അവിടെ എന്തിനാണ് ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ ചിത്രം ഉയർത്തുന്നതും ഗണഗീതം പാടുന്നതും ധ്വജം ഉയർത്തുന്നതും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരാണെന്ന് ഇതിനെയൊക്കെ റെസ്പെക്ട് ഇല്ലാതെ കാണുന്നത്. RSSന്റെ ഗണഗീതം എന്ന് പറയുന്നത് എല്ലാ വേദികളിലും പോയിരുന്ന് ആലപിച്ച് അതിനെ കളിയാക്കാനുള്ളതാണോ? അതാണ് എൻ്റെ ചോദ്യം. പരമപവിത്രമായി നിങ്ങൾ കാണേണ്ടതല്ലേ അതിനെ? നിങ്ങളുടെ സംഘടനയുടെ ഗണഗീതമാണ്. നിങ്ങളത് ശാഖകളിൽ നിങ്ങളുടെ പ്രത്യേകപ്പെട്ട പരിപാടികളിലൊക്കെ പോയിരുന്നു പാടും. അതായത് ഞാൻ ചോദിക്കട്ടെ, ഒരു മീൻ ചന്തയിൽ പോയിരുന്ന് ദേശീയഗാനം പാടും. ഞാൻ കുറ്റം പറയില്ല. മീൻ വിറ്റോണ്ടിരിക്കുമ്പോൾ പാട്ടുപാടി മീൻ വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പാട്ടൊക്കെ പാടി അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ആളുകളെ കൂട്ടി മീൻ കച്ചവടം ചെയ്ത ആളുകളുണ്ട്. അവിടെ പോയിരുന്ന ദേശീയഗാനം പാടി എങ്ങനെയിരിക്കും? ഇപ്പൊ ദേശീയഗാനത്തിന് നമ്മൾ കാണുന്ന റെസ്പെക്ട് ഇല്ലേ? ദേശീയഗാനം കാണുമ്പോൾ ഏതൊരു ഭാരതീയനും അവിടെ നിൽക്കില്ലേ കേൾക്കുമ്പോൾ? ദേശത്തിനോട് സ്നേഹമുള്ളവന്മാരാ. ഇല്ലാത്ത കുറെ ഊളകളുണ്ട്. തിയേറ്ററുകളിൽ പണ്ട് ദേശീയഗാനം വെക്കുമ്പോൾ കാലുമേ കാലും കയറ്റി വെച്ചിരുന്ന കുറെ നാടുകൾ അവരിപ്പോഴും പാകിസ്ഥാനിൽ ജീവിക്കുന്ന ആളുകളാണ്. ഭാരതത്തിലാണെങ്കിലും
ഞങ്ങൾ പാകിസ്ഥാനികളാണെന്ന് പറഞ്ഞ അഭിമാനത്തോടെ ഊറ്റം കൊള്ളുന്നവരാണ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെയോ നിങ്ങളാണ് നിങ്ങളുടെ സംഘടനയുടെ കണക്ക്, ഞങ്ങളൊക്കെ അതിനെ റെസ്പെക്റ്റോടെ കാണുന്ന ആളുകളാണ്. ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും എന്നെ സംഘീന്ന് വിളിച്ചു. അല്ല, അതാ സംഘടനയുടെ ഗണഗീതമാണെങ്കിൽ, അതിൻ്റെ വരികൾ ഭാരതത്തെക്കുറിച്ചാണെങ്കിൽ അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. എൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഇത് എടുത്തു വെച്ച് കളിയാക്കപ്പെടാൻ നിങ്ങൾ ഇടം കൊടുക്കുന്നിടത്താണ് പ്രശ്നം എന്നുള്ളതാണ്. നമ്മൾ ശബരിമല വിഷയമല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്, വിഷയം മാറിപ്പോയതാണ്. BJP-യിലേക്ക് എത്തിയതായിരുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിച്ച് അവസാനം വരുമ്പോൾ പല ആളുകളും ഉള്ളേ പോകേണ്ടുന്നതാണ്. ഉള്ളേ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു പല ലേഖിലേക്ക് അന്വേഷണം കൊണ്ടുവന്ന് ഇങ്ങനെ മാധ്യമ ശ്രദ്ധ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്.